വായത്തോന്നിയത് പറഞ്ഞ് മാസ് കാണിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ബിഗ് ബോസ്. അതുപോലെ പല കണ്ടസ്റ്റൻസോടെ മാസ് കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തു പോയി ജീവിക്കേണ്ടതാണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിനൊരു ഫാമിലി ഉണ്ടെന്നൊക്കെ ചിന്തിച്ച് സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നല്ല പണി കിട്ടും, ജനങ്ങൾ എടുത്തിട്ട് അലക്കും. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് അക്ബർ ഖാൻ്റെ നോട്ടം ശരിയല്ലെന്ന്. ഏത് രീതിയിലാണ് അനുമോൾ ഒരു ആർഗ്യുമെൻറ്റ് പറയുണ്ടായതെന്ന്. അത് കൃത്യമായിട്ടൊരു എപ്പിസോഡിൽ, അതായത് അനുമോളെന്ന് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് എപ്പിസോഡിൽ എയർ ചെയ്തൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അക്ബർ ഖാന് ഒരുപാട് ചീത്തപ്പേര് അതിനോടുപരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റിക്കൊടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനുമോളോട് ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നത് അയ്യോ നോട്ടം ശരിയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ലാലേട്ടൻ പറയുന്നു ഇതിപ്പോൾ ഞാനില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതുപോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ അക്ബർ അയ്യോ ഇവൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അനുമോൾ അതിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നതും കൂടി ഇല്ല എന്നുള്ള രീതിയിൽ എന്തോ സംഭവിച്ചതുപോലെ, എന്തോ ബോംബ് പൊട്ടിയപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നിന്ന പോലെ നമ്മുടെ അക്ബർ ഖാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും വേണം. കാരണം അക്ബർ ഖാൻ ഒരു ഫാമിലി ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടം ശരിയല്ല എന്നൊരു പെൺകുട്ടി വന്നിരുന്നൊരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഈ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, വായത്തോന്നിയത് പറഞ്ഞ് മാസ് കാണിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ബിഗ് ബോസ്. അതുപോലെ പല ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയാലും അല്ലെങ്കിൽ പല കണ്ടസ്റ്റൻസും അതുപോലെ മാസ് കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കാനായിട്ട് റെഡി ആയിട്ട് വേണം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാനായിട്ട്. എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിന് മുന്നിൽ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അനുമോൾ ഈ പറയുന്ന കാര്യം സംസാരിക്കുന്ന സമയത്ത് അവിടെ ആദിലയും നൂറയും അനുമോളും രേണു സുധിയും RJ ബിൻസിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും അക്ബർ ഖാനും ജനങ്ങൾക്കും ഈ ഒരു വീഡിയോ ഒന്നുകൂടി കാണണം, അനുമോൾ ഏത് രീതിയിലാണ് സംസാരിച്ചതെന്നുള്ള രീതിയിലൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ജനങ്ങളും ലാലേട്ടനും ബിഗ് ബോസൊക്കെ തീരുമാനിക്കട്ടെ എന്താണ് അതിനകത്തുള്ള സത്യാവസ്ഥയെന്ന്. അക്ബർ ഖാൻ്റെ നോട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു മോശം നോട്ടമായിട്ടോ ഒന്നും റിവ്യൂസ് ആയിട്ടുള്ള ഞങ്ങൾക്ക് എന്തൊക്കെയാണെങ്കിലും തോന്നിയിട്ടില്ല. രേണു സുധി ആയിട്ടുള്ള ആ ഒരു ആർഗ്യുമെൻറ്റിൽ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചതിന് അക്ബർ ഖാൻ അന്ന് എതിർത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു ജെനുവിൻ വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെ എന്താണെന്ന് കൂടി മനസ്സിലായില്ല അനുമോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാണം കെടേണ്ടി വരും അനുമോളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അത്രേ ഉള്ളൂ പറയാനായിട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.